സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. എന്നാൽ നിരവധി അറിയാത്ത കാരണം ക്വസ്റ്റ്യൻസ് പറ്റുന്നൊരു സ്ഥലമാണ്. സോ ഇതിൽ ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ വിൽ ബി ബൈ ഹാർട്ടിങ് 70% സ്റ്റഫ്, 30% മാത്രമേ ഞാൻ കാണാൻ തുടക്കും. അവിടെ ഈ വീഡിയോയിലും കൂടുതലും ഞാൻ എക്സ്പ്ലനേഷൻ ഇല്ലാതായിരിക്കും കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഹിസ്റ്ററി. സ്കീസോഫ്രീനിയ പണ്ട് അറിഞ്ഞിരുന്നത് ഡിമെൻഷ്യ പ്രീകോക്സ് എന്നാണ്. അത് കൊണ്ടുവന്ന ആൾ എമിൽ ക്രെപ്ലിൻ എന്ന് പറയുന്ന ആളാണ് ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന വാക്ക് കൊണ്ടുവന്നത്. അത് ആ പേരായിരുന്നു പണ്ട് സ്കീസോഫ്രീനിയ വിളിച്ചിരുന്നത്. ദെൻ 4 A's ഓഫ് യൂജിൻ ബ്ലൂവർ. ഏതൊക്കെയാണ് 4 A's കാണാതെ പഠിച്ചാൽ മതി, കാരണം ഈ വാക്കുകളൊന്നും ഇപ്പം ആ മീനിങ് അല്ല, ഓട്ടിസത്തിനൊന്നും ഇപ്പോൾ ഉള്ള മീനിങ് അല്ല അവിടെ. സോ കാണാതെ പഠിച്ചാൽ മതി, കാരണം ഈവൻ മാരോ ക്യൂബാങ്കിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസേ ഞാൻ വന്നിട്ടുള്ളൂ. ഏതെങ്കിലും എ വെച്ചിട്ടുള്ള ഒരു വാക്കും കൂടെ പറയാം, എന്നിട്ട് പറയും 4 A's ഓഫ് യൂജിൻ ബ്ലൂവർ അല്ലാത്ത ഇതിലേതാണ്. സോ ഇത് കാണാതെ പഠിക്കുക. അഫക്റ്റ്, ലൂസണിങ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ലൂസ്നെസ്, ഓട്ടിസം, ആംബിവലൻസ് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് ഓഫ് കർട്ട് സ്നൈഡർ എന്ന് പറഞ്ഞ ഒരാൾ ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് കൊണ്ടുവന്നു. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈവൻ 2025 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡെലൂഷണൽ പെർസെപ്ഷനിൽ നിന്ന്. സോ ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് 5 കാര്യങ്ങളേ ഉള്ളൂ. 3 ടൈപ്പ് ഓഫ് ഓഡിറ്ററി ഹലൂസിനേഷൻ, 3 ടൈപ്പ് ഓഫ് തോട്ട്സ്, 3 ടൈപ്പ് ഓഫ് മെയ്ഡ്, സൊമാറ്റിക് പാസിവിറ്റി ആൻഡ് ഡെലൂഷണൽ പെർസെപ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഓഡിറ്ററി ഹലൂസിനേഷൻ. ഫസ്റ്റ് പേഴ്സൺ ഓഡിറ്ററി ഹലൂസിനേഷൻ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ തന്നെ എന്തോ എക്കോ കേൾക്കുന്നു, തോട്ട് എക്കോയിങ് എന്നാണ് പറയുന്നത്. എൻ്റെ തലയിൽ തന്നെ എന്താണ് ആരും സംസാരിക്കുക, ചിന്തകൾ കേൾക്കാൻ പറ്റുന്നു. ആ സാധനമാണ് ഫസ്റ്റ് പേഴ്സൺ ഓഡിറ്ററി ഹലൂസിനേഷൻ, തോട്ട് എക്കോയിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാൾ എൻ്റെ അടുത്ത് കമാൻഡ് ചെയ്യണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, വേറൊരാൾ സംസാരിക്കുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് പേഴ്സൺ ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറെ 2 പേര് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അത് എൻ്റെ അടുത്തല്ല സംസാരിക്കുന്നത്, അവർ തമ്മിലാണ് സംസാരിക്കുന്നത്, പക്ഷേ അതെനിക്ക് കേൾക്കാം. അതാണ് തേർഡ് പേഴ്സൺ. ഓക്കെ. ദെൻ തോട്ട് എളുപ്പം. സ്കീസോഫ്രീനിയ പേഷ്യൻറ്റ് വന്നിരിക്കുന്നു. എൻ്റെ തലയിൽ ചിന്തകൾ ആരോ കൊണ്ടിടുന്നു, എൻ്റെ തലയിൽ നിന്ന് ചിന്തകൾ ആരോ എടുത്തുകൊണ്ട് പോകുന്നു, എൻ്റെ തലയിലെ ചിന്തകൾ ഞാൻ പോലും പറയാതെ ബാക്കി എല്ലാവരും അറിയുന്നു. തോട്ട് ഇൻസെർഷൻ, തോട്ട് വിഡ്രോവൽ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, അത്രയേ ഉള്ളൂ. ഇനി മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ആരൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. ഒരാൾ പേഷ്യൻറ്റും ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് പേഷ്യൻറ്റ് കവളത്തടിച്ചു കൊടുത്തു. എന്താണിത്? അതാണ് ഇമ്പൾസ്, മെയ്ഡ് ഇമ്പൾസ്. ഞാനല്ല ചെയ്തത്, എന്നെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചാണ്. അതാണ് മെയ്ഡ് ഇമ്പൾസ്. മെയ്ഡ് വൊളിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റീസ് എന്നെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു. എനിക്ക് ചെയ്യാൻ തീരെ താല്പര്യം, ഞാൻ ഇങ്ങനെ അല്ല ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ വേറെ ആരോ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. ദെൻ മെയ്ഡ് അഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിൽ വരുന്ന ചിരിക്കുകയാണോ കരയാണോ എന്നുള്ള ആ സാധനത്തിനാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. സൊമാറ്റിക് പാസിവിറ്റിയും ഡെലൂഷണൽ പെർസെപ്ഷനും. സൊമാറ്റിക് പാസിവിറ്റി എന്ന് പറയുമ്പം എന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നോർമൽ സൺലൈറ്റ് നമ്മളെ ദേഹത്ത് വേണം, നമുക്ക് വേദനയൊന്നും എടുക്കില്ല. പക്ഷേ അവർക്ക് എന്താ ഭയങ്കര പെയിൻ ഫീൽ ചെയ്യും. ഓക്കെ. ഒരു സെൻസേഷനാണ്, ഒരു പാസീവ് ഇൻഡക്ഷൻ ഓഫ് സെൻസേഷനാണ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. അല്ലെങ്കിൽ എന്നെ ആരോ പപ്പറ്റ് പോലെ എന്നെ കൺട്രോൾ ചെയ്യുന്നു പാസീവ്ലി, അല്ലേ? ആ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ എന്താണ് സൊമാറ്റിക് പാസിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഡെലൂഷണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറയാം. 2025 വന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ ഇരിക്കുന്നു, അയാളുടെ മുന്നിലൂടെ ഒരു പറവ പറന്നു പോകുന്നു. അപ്പോൾ അയാൾ പറയുന്നു അത് എന്നോട് ദൈവം സംസാരിക്കുന്ന രീതിയാണ്. സോ ഹീ ഈസ് ഹാവിങ് എ ഫോൾസ് ഫെം ബിലീഫ്, എ ഡെലൂഷൻ, വെൻ ദർ ഈസ് എ പെർസെപ്ഷൻ. ആ പെർസെപ്ഷൻ എന്താണ്? പറവ പറക്കുന്നു, അത് റിയൽ പെർസെപ്ഷനാണ്. പക്ഷേ അയാൾക്ക് ഹീ ഈസ് കണക്റ്റിംഗ് ദാറ്റ് വിത്ത് എ ഡെലൂഷൻ. സോ ഇറ്റ്സ് എ ഡെലൂഷണൽ പെർസെപ്ഷൻ. മനസ്സിലായോ? ഇനി കുറേ സൈക്യാട്രിസ്റ്റ് സ്റ്റഡി നടത്തി എന്താണ് ഈ മനുഷ്യരിൽ സ്കീസോഫ്രീനിയ വരാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ ആദ്യം ഞാൻ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പറയാം. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇമിഗ്രേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അഡ്വാൻസ്ഡ് പാരൻ്റൽ ഏജ്, പിന്നെ കുറച്ച് സബ്സ്റ്റൻസ് അബ്യൂസ് പഠിക്കാൻ എളുപ്പമാണ്. നമ്മളെ കോമൺ സാധനങ്ങൾ കനാബിസ്, കൊക്കൈൻ, ഇതെല്ലാവരും കേട്ടിട്ടുള്ള സാധനം അല്ലേ. പ്ലസ് സ്കീസോഫ്രീനിയയിലെ സി സൗണ്ടിലാണ് ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്, സി വേർഡിലാണ് ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആംഫിറ്റാമിൻ നിങ്ങൾ മറക്കൂല, കാരണം ആംഫിറ്റാമിൻ കോസസ് പാരനോയിഡ് സ്കീസോഫ്രീനിയ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള. ആംഫിറ്റാമിൻ കോസസ് പാരനോയിഡ് സ്കീസോഫ്രീനിയ. ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാരനോയിഡ് സ്കീസോഫ്രീനിയ എന്ന്. പിന്നെ നമുക്ക് 3 വാക്കുകളും കൂടെ പഠിക്കണം. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പേരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു, കുഞ്ഞിനൊന്ന് ഡിപ്രഷൻ ആവുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് സൈക്കോപാത്താവുന്നു. അത് തന്നെയാണ് സൈക്യാട്രിസ്റ്റും പറഞ്ഞു. അതിനെ 3 രീതിയിലും 3 സാധനങ്ങൾ പറഞ്ഞു. മരൈറ്റൽ സ്കിസം, മരൈറ്റൽ സ്ക്യൂ ആൻഡ്
ഡബിൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് പേരൊക്കെ തന്നെ ഡബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രീതിയിലുള്ള നിലപാടുകൾ. പേരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു, അവർക്ക് ഒരേ നിലപാടല്ല, ഡിഫറെൻറ്റ് നിലപാടുകൾ വരുമ്പോഴത്തേക്ക് അവരവരുണ്ടാകുന്ന ക്ലാഷ്, ആ സാധനം കാരണം കൊച്ചുങ്ങൾക്ക് സ്കീസ് ഉണ്ടാവാം. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ രണ്ട് സാധനം മറൈറ്റൽ സ്കിസവും മറൈറ്റൽ സ്ക്യൂവും. മറൈറ്റൽ സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പേരൻ്റ് ഭയങ്കര ഡൊമിനേറ്റിംഗ് ആണ്. ഓക്കെ, മറൈറ്റൽ സ്കിസോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അച്ഛനും മകളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും അമ്മയ്ക്കും മകനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും അത് കാരണം ഉണ്ടാകുന്ന സ്കിസോഫ്രീനിയാണ്. ഓക്കെ, അത് കാരണം സ്കിസോഫ്രീനിയ ഉണ്ടാകാമെന്ന്. ഓക്കെ, ഇതെങ്ങനെ ഓർത്ത് വെക്കുക? ഡബിൾ മൈൻഡ് ഓർക്കാൻ കുഴപ്പമില്ല. സ്ക്യൂവും സ്കിസോ ഓർത്തൊക്കെ എന്ത് ചെയ്യണം? സ്ക്യൂ ഞാൻ ഓർക്കുന്ന സ്ക്യൂ സൗണ്ട്സ് ലൈക്ക് സ്കൈ, വൈയും ഡബ്ല്യൂൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സ്കൈ എന്ന് പറഞ്ഞാൽ വളരെ ഉയരെയാണ്. സോ വൺ പേരൻ്റ് ഈസ് ഡോമിനേറ്റിംഗ് അല്ലേ, ആ പൊക്കം ഡോമിനേറ്റിംഗ് അത് വരുന്നത് സ്ക്യൂയിലാണ്. അപ്പോൾ സ്കിസോ എന്തായിരിക്കും? ഓപ്പോസിറ്റ് അറ്റാച്ച്മെൻറ്റ് വരുന്നതാണ് സ്കിസം. സ്കിസത്തിലൊരു ക്വസ്റ്റ്യൻ ഞാൻ മാരോയിൽ കണ്ടായിരുന്നു. ദെൻ ഇപ്പം നിങ്ങൾ ഇത്ര അറിയാം സ്കീസോഫ്രീനിയയുടെ പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റം ഏതൊക്കെയാണ്. കോഗ്നിറ്റീവ് സിംറ്റം പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹലൂസിനേഷനും ഡെലൂഷനും ആണ്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മേക്കിംഗ് ഹിം അവേ ഫ്രം ദ നോർമൽ സൊസൈറ്റി. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് അയാൾ നോർമൽ അല്ല, ഈ നോർമൽ ആളുകൾ ചെയ്യുന്ന സാധനമല്ല അയാൾ ചെയ്യുന്നത്. ഈസ് നോട്ട് ഹാവിങ് എനി ഇൻട്രസ്റ്റ്, ഒരു മോട്ടിവേഷനും ഇല്ല, മോട്ടിവേഷൻ സോഷ്യാലിറ്റി, അയാൾക്ക് സൊസൈറ്റിയായിട്ട് ഒരു ബന്ധവുമില്ല. എവോല്യൂഷൻ, എലോഗിയ, അപ്പതി. എലോഗിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിനൊന്നും ഒരു റെസ്പോൺസും ഇല്ല, ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എവോല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു വോളണ്ടറി റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല, അതിനെയാണ്. അപ്പം ഈവൻ അനഡോണിയ വരെ നെഗറ്റീവ് സിംറ്റം ആയിട്ട് പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ നെഗറ്റീവ് സിംറ്റംസ്. എന്തുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ സിംറ്റംസ് നിങ്ങൾക്ക് വരുമ്പോൾ ഞാൻ കണ്ടൊരു ക്വസ്റ്റ്യൻ പറയാം, ഇതിൽ ഏതാണ് നെഗറ്റീവ് സിംറ്റം അല്ലാത്തത്? അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. അതിൽ നെഗറ്റീവ് സിംറ്റം അല്ലാത്തത് എനോമിയ എന്ന് പറഞ്ഞ സാധനം, അത് വെച്ചായിരുന്നു തുടങ്ങുന്നത്. ഓക്കെ, പക്ഷേ എനോമിയ എന്ന് പറഞ്ഞാൽ എന്തുവാണോ പേര് പറയാൻ പറ്റുന്നില്ല, ഒരു സാധനത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല. അത് എവിടെയാണ് കാണുന്നത്? ഓർഗാനിക് ഡിസോർഡറിലാണ് കാണുന്നത് അല്ലേ, നമ്മളെ FACL അല്ലേ. നമ്മുടെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല എവിടുത്തെ പ്രശ്നം കാരണമാണ് എനോമിയ ഉണ്ടാകുന്നതെന്ന്. ബട്ട് നമ്മൾ സ്ട്രോക്ക് പോലുള്ള സാധനം വരുമ്പം ഓർഗാനിക് ഡിസോർഡറിലാണ്. നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫ് കാണുന്ന പെന്ന് അല്ലെങ്കിൽ ഗ്ലാസ് ആ സാധനങ്ങളുടെ ഒന്നും പേര് പറയാൻ പറ്റാത്ത നമ്മൾ എനോമിയ എന്ന് പറയുന്നത്. അത് ഡെഫിനറ്റ്ലി സൈക്യാട്രിക് സിൻഡ്രോം ആണോ? അല്ല, അത് ഓർഗാനിക് ഡിസോർഡറിൽ കാണുന്ന സിംറ്റമാണ്. അതെങ്ങനെയാണ് നെഗറ്റീവ് സിൻഡ്രോം ആവുന്നത്? സോ നിങ്ങൾക്ക് എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ഈ റൂൾ ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കോഗ്നിറ്റീവ് സിൻഡ്രോം, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് ഞാൻ പാർട്ട് വെച്ച് പറഞ്ഞുതരാം. അതിന് മുന്നേ എനിക്ക് എപ്പോഴാണ് ഒരാളെ സ്കീസോഫ്രീനിയ എന്ന് പറയാൻ പറ്റുന്നത്? കാരണം ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഡെലൂഷനെ കുറിച്ച് പറഞ്ഞപ്പം ഓക്കെ, അപ്പം ഡെലൂഷണൽ ഡിസോർഡറും സ്കീസോഫ്രീനിയും നമ്മൾ എന്താ ഡിഫറൻസ്? രണ്ടിലും ഡെലൂഷൻ ഉണ്ടല്ലോ. ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഡെലൂഷണൽ ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഡെലൂഷൻ മാത്രമേ കാണൂ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ബിലീഫുണ്ട്, എന്നെ ദൈവം പറഞ്ഞു വിട്ടതാണ്. ഓക്കെ, അതർവൈസ് ഹീ ഈസ് നോർമൽ, ഹീ ഡസൻ ഹാവ് എനി അതർ സൈക്കോട്ടിക് സിംറ്റംസ്. അയാൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ഓഫീസിൽ പോകുന്നു, എല്ലാവർക്കും നല്ല രീതിയിൽ സംസാരിക്കുന്നു. ജസ്റ്റ് ദാറ്റ് ഹീ ഹാസ് എ ഡെലൂഷൻ. ഒന്നിൽ കൂടുതലോ ഡെലൂഷൻ ആവാം, പക്ഷേ ഹീ ഡസൻ ഹാവ് എനി അതർ സൈക്കോട്ടിക് സിംറ്റംസ് ഓർ എനി അതർ അബ്നോർമൽ ബിഹേവിയേഴ്സ്. അതർവൈസ് നോർമലായിട്ടൊരാളെ നമുക്ക് എന്ത് വിളിക്കാം? ഡെലൂഷണൽ ഡിസോർഡർ ഉള്ള ഒരാളെന്ന് വിളിക്കാം. അതൊരു സൈക്കോട്ടിക് ഡിസോർഡർ തന്നെയാണ് കേട്ടോ. ഇനി ഷീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡെലൂഷൻ ഉണ്ടാവാം, ഹലൂസിനേഷൻ ഉണ്ടാവാം, ഈ നെഗറ്റീവ് സിംറ്റംസ് മോട്ടിവേഷൻ, എവോല്യൂഷൻ, അലോഗ്യ എല്ലാ സാധനങ്ങളും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? സ്കീസോഫ്രീനിയ എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് ഡെലൂഷണൽ ഡിസോർഡറും സ്കീസോഫ്രീനിയയുടെ ഡിഫറൻസ്. ഇനി എനിക്ക് ഒരാളെ എപ്പോഴാണ് അയാൾക്ക് സ്കീസോഫ്രീനിയ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്? നമുക്കൊരു ക്രൈറ്റീരിയ വേണം അല്ലേ. ആ ക്രൈറ്റീരിയയിൽ 5 സിംറ്റംസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 4 സിംറ്റംസ് എളുപ്പമാണ്. ഹലൂസിനേഷൻ, ഡെലൂഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. വായി തോന്നുന്നത് വിളിച്ച് പറയുക, നമ്മളൊന്നും കേൾക്കാത്ത പുതിയ വാക്കുകൾ വിളിച്ച് പറയുക, അതിന് വേറെ അർത്ഥങ്ങൾ കൊടുക്കുക, അത് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. ബിഹേവിയർ പിന്നെ പറയണ്ട, നമ്മൾ നോർമലി രാവിലെ എഴുന്നേറ്റും കുളിക്കും, ഓഫീസിൽ പോവും. പക്ഷേ ഇവരുടേതായിട്ടൊരു ലോകത്തിലാണ്. കുളിക്കുകയും നനയ്ക്കുകയും ഒന്നും ചെയ്യത്തില്ല, കീറി പറഞ്ഞ ഡ്രസ്സുകളായിരിക്കും ഇടുന്നത് അല്ലേ. ഹീ ഡസൻ കെയർ വാട്ട് അതർ തിങ്സ്, ഹീ ഡസൻ ഈവൻ തിങ്ക് അബൌട്ട് ദോസ് തിങ്സ് അല്ലേ. അങ്ങനെ ഒരു സാധനം ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും നെഗറ്റീവ് സിംറ്റംസ് എപ്പത്തി എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സാധനത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധനങ്ങളിൽ ഇതിൽ
രണ്ടോ രണ്ടിൽ കൂടുതലോ ഒരാൾക്കുണ്ടെങ്കിൽ എനിക്ക് പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഹലൂസിനേഷനും ഡെലൂഷനും ഉണ്ട്, ഓക്കെ. ഒരാൾക്ക് ഹലൂസിനേഷനും പിന്നെ എന്താണ് മോട്ടിവേഷനും ഒക്കെ ഉണ്ട്, ദെൻ ഓക്കെ, ഐ ക്യാൻ കോൾ ഇറ്റ് എസ് വാട്ട് നെഗറ്റീവ് സിംറ്റംസും ഉണ്ട്. Okay, then I can call it as schizophrenia. 2 or more symptoms from this 5, then I can call it as schizophrenia. Duration ഞാൻ പിന്നെ പറയാം, കാരണം നമുക്ക് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, സ്കീസോഫ്രീനിയം ഡിസോർഡർ എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഡ്യൂറേഷൻ വെച്ചൊരു കളിയുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ എത്ര അറിയാം സ്കീസോഫ്രീനിയ എന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഐ നീഡ് 2 out of 5 ഓഫ് ദി സിംറ്റംസ്, ദെൻ ഓൺലി ഐ ക്യാൻ കോൾ ദ പേഷ്യൻ ഈസ് ഹാവിങ് സ്കീസോഫ്രീനിയ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് സിംറ്റംസിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വിളിക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡോപ്പമിൻ പാത്വേ. നമുക്ക് ബ്രെയിനിൽ വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയയിൽ നിന്നാണ് ഡോപ്പമിൻ ഉണ്ടാകുന്നത്. ഈ ഡോപ്പമിനും 4 പാത്വേസ് ഉണ്ട്. ഓക്കെ, ആ 4 പാത്വേയിലൂടെ 4 സ്ഥലങ്ങളിലാണ് എത്തുന്നത്. ഒന്നാമത്തത് മീസോ കോർട്ടിക്കൽ പാത്വേയിലൂടെ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലെത്തി നമ്മളെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യും ഡോപ്പമിൻ. രണ്ടാമത്തത് മീസോ ലിംബിക് പാത്വേയിലൂടെ നമ്മുടെ ലിംബിക് സിസ്റ്റം, ഹിപ്പോകാമ്പസ്, അമിഗ്ഡലൊക്കെ പാട്ടുള്ള ലിംബിക് സിസ്റ്റത്തിൽ എത്തിയിട്ട് നമ്മുടെ ഇമോഷൻസിനും തോട്ട്സിനെയും കൺട്രോൾ ചെയ്യും. ഹിപ്പോകാമ്പസിൻ്റെ ജോലി എന്താണ്? ലോങ് ടേം മെമ്മറിയെ ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറി ആക്കുന്നത്. അതിനെങ്ങനെയാണ് ഹിപ്പോകാമ്പസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യുക, PYQ ചെയ്യുക. ഇത് രണ്ടും ചെയ്യാതെ നമ്മൾ ഒരിക്കലും എക്സാം പാസ്സാകാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് പറ്റിയ തെറ്റായിരുന്നു, ഞാൻ PYQവും ചെയ്തില്ല, റിവിഷനും ചെയ്തില്ല കഴിഞ്ഞ എക്സാമിന്. എനിക്ക് അതിനുള്ള സമയവും ഇല്ലായിരുന്നു, കൈൻഡ് ഓഫ് അല്ലേ. ഓക്കെ, അത് വിടും. സോ അതാണ് മീസോലിംബിക് പാത്വേ. പിന്നെ നൈഗ്രോസ്ട്രൈറ്റൽ പാത്വേയും ട്യൂബറോ ഇൻഫൻഡിബുലാർ പാത്വേയും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം സ്കീസോഫ്രീനിയ പേഷ്യൻറ്റിൽ ഈ 2 പാത്വേക്ക് ഒന്നും പറ്റത്തില്ല. സ്കീസോഫ്രീനിയ പേഷ്യൻറ്റിൽ 2 പാത്വേയിലാണ് പ്രശ്നം വരുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മുടെ മീസോ കോർട്ടിക്കൽ പാത്വേയും മീസോലിംബിക് പാത്വേയിൽ നമ്മൾ ഡോപ്പമിൻ കയറി കൂടും ഇൻ സ്കീസോഫ്രീനിയ പേഷ്യൻറ്റ്. അപ്പോൾ അവർക്ക് എന്ത് സിംറ്റംസ് വരും? ഹാലൂസിനേഷനും ഡെലൂഷനും വരും. തോട്ട് ആൻഡ് ഇമോഷൻ കൺട്രോൾ ചെയ്യുന്ന സാധനത്തിൽ ഡോപ്പമിൻ കയറി കൂടിക്കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാത്വേ നമ്മുടെ മീസോ കോർട്ടിക്കൽ പാത്വേ. അവിടെ നമ്മളെ ബിഹേവിയർ, അറ്റൻഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു പാത്വേ. അവിടെ നമ്മൾ ഡോപ്പമിൻ കയറി കുറയും. അപ്പോൾ എന്തോ സംഭവിക്കും? അയാൾക്ക് നെഗറ്റീവ് സിംറ്റംസ് വരും. മോട്ടിവേഷൻ, സോഷ്യാലിറ്റി, അങ്ങനെയുള്ള സാധനങ്ങൾ വരും. ഓക്കെ, അവിടെ ഡോപ്പമിൻ കുറയുവാണ്. ഇനി അപ്പോൾ പേഷ്യൻസ് നമ്മൾ സൈക്യാട്രിസ്റ്റ് നമ്മൾ സ്കീസോഫ്രീനിയ പേഷ്യൻറ്റിനെ കണ്ടപ്പോഴത്തേക്ക് അവർ എന്ത് കൊടുത്തു? ആൻറ്റിസൈക്കോട്ടിക്, ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് കൊടുത്തു. ഈ ഡ്രഗ് എന്താ ചെയ്യുന്നത്? ഡോപ്പമിൻ ആൻറ്റഗോണിസ്റ്റ് ആണ്, ഡോപ്പമിൻ കുറയ്ക്കും. ഓക്കെ, നമ്മുടെ മീസോലിംബിക് പാത്വേയിൽ ഡോപ്പമിൻ കൂടുതലാണ്. ഡോപ്പമിൻ കുറച്ചാൽ ഹലൂസിനേഷനും ഡെലൂഷനും പോകും, നല്ല കാര്യം. അതിന് നമ്മൾ എന്ത് വിളിച്ചു? പോസിറ്റീവ് സിംറ്റം എന്ന് വിളിച്ചു. പക്ഷേ നമ്മുടെ മീസോ കോർട്ടിക്കൽ പാത്വേയിൽ ഓൾറെഡി എന്താണ്? ഡോപ്പമിൻ കുറവാണ്. ഇനി ഞാൻ ഡോപ്പമിൻ ആൻറ്റഗോണിസ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? അയാളുള്ള ബിഹേവിയർ ഒന്നും കൂടെ നെഗറ്റീവ് സിംറ്റം വേഴ്സൺ ആവും. സോ അതിന് നമ്മൾ നെഗറ്റീവ് സിംറ്റംസ് എന്ന് വിളിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ ആളുകൾ സൈക്യാട്രിസ്റ്റോ ഫാർമക്കോളജിസ്റ്റോ എനിക്കറിയില്ല ആരോ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചു? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡോപ്പമിൻ, ഈവൻ സെറട്ടോണിനും കൂടുന്നുണ്ട് സ്കീസോഫ്രീനിയ പേഷ്യൻസിൽ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സെക്കൻഡ് ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ് വിച്ച് ബ്ലോക്സ് ഓർ വിച്ച് ആൻറ്റഗണൈസ് ബോത്ത് ഡോപ്പമിൻ ആൻഡ് സെറട്ടോണിൻ. മനസ്സിലായല്ലോ? അതുകൊണ്ടാകുമാരാ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി സ്കീസോഫ്രീനിയയുടെ കഥ ഞാൻ പറയത്തില്ല, ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗിൻ്റെ കഥ മാത്രമേ ഈ 4 പാത്വേയിൽ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ടൈപ്സ് ആണ്. 3 ടൈപ്പാണോ? പാരനോയിഡ് സ്കീസോ ഉണ്ട്, ദെൻ കാറ്റട്ടോണിക് സ്കീസോ ഉണ്ട്, ദെൻ ഹൈപ്പർഫ്രെനിക് അല്ലെങ്കിൽ നമ്മുടെ ഡിസോർഗനൈസ്ഡ് സ്കീസോഫ്രീനിയ ഉണ്ട് കേട്ടോ. ഹെബർഫ്രെനിക് എന്നാണ് കേട്ടോ, ഹൈപ്പർഫ്രെനിക് എന്നല്ല, ഹെബർഫ്രെനിക്. ഡിസോർഗനൈസ്ഡ് ഒന്ന് ഓർത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഈ Hഉം Pയും Bയും ഒക്കെ വരുന്നൊരു വാക്കും. ഓക്കെ, എന്താണ് 3 സാധനം? ഒന്നാമത്തെ സാധനം പാരനോയിഡ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര പേടിയാണ്, എന്നെ എല്ലാവരും കൊല്ലാൻ വരുന്നു. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, എന്നെക്കുറിച്ച് ആളുകളെല്ലാം സംസാരിക്കുന്നത് ഡെലൂഷൻ ഓഫ് റെഫറൻസ് പ്ലസ് ഓഡിറ്ററി ഹലൂസിനേഷൻ. ഇത് ആഡിറ്ററി ഹലൂസിനേഷൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അയാളെ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് വിളിക്കാം. പക്ഷേ ഇയാൾ കേൾക്കുന്നുണ്ട്, ഓഡിറ്ററി ഹലൂസിനേഷനും കേൾക്കുന്നുണ്ട്. ഈവൻ ദോ വേറൊരാൾ സംസാരിക്കുന്നില്ലെങ്കിൽ ഇയാൾ കേൾക്കുന്നുണ്ട്. ദെൻ ഹീ ഈസ് ഹാവിങ് പാരനോയിഡ് സ്കീസോഫ്രീനിയ. ഒരുമാതിരി പേടിച്ചരണ്ട് ജീവിക്കുന്ന സ്കീസോഫ്രീനിയാണ് പാരനോയിഡായിട്ടുള്ള ആൾ. ഓക്കെ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി കാറ്റട്ടോണിക് സ്കീസോഫ്രീനിയ അക്യൂട്ട് ഫോം ഓഫ് സ്കീസോഫ്രീനിയാണ്. ഓക്കെ, അക്യൂട്ട് ഫോം, അതിനെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് നമുക്ക് പഠിക്കണം. മ്യൂട്ടിസം, ഒന്നും മിണ്ടുന്നില്ല. സ്റ്റൂപ്പർ, ഹീ നോസ്, ഹീസ് അലേർട്ട്, ഹീസ് കോൺഷ്യസ്. എന്താണ് അയാളുടെ സറൗണ്ടിങ് നടക്കുന്നതെന്ന് അയാൾക്ക് നല്ല ബോധമുണ്ട്.
പക്ഷേ നോ മോട്ടോർ റെസ്പോൺസ്. അതിനാണ് സ്റ്റൂപ്പർ എന്ന് പറയുന്നത്. സ്റ്റൂപ്പറിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു, നല്ല ക്വസ്റ്റ്യനാണ്, മാരോയിലുണ്ട് കേട്ടോ. സോ മ്യൂട്ടിസം, സ്റ്റൂപ്പർ. ദെൻ എക്കൊലേലിയ. എക്കൊലേലിയ എന്ന് പറഞ്ഞാൽ സുഖമാണോ, പേരെന്തുവാ. എന്താണോ ഡോക്ടർ പറയുന്നത് അത് സാധനം തന്നെ തിരിച്ച് പറയുന്ന സാധനത്തിനാണ് എക്കോലേലിയ എന്ന് പറയുന്നത്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു റെസ്പോൺസും ഇല്ല. അയാൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന പോലുമല്ല, ഏതാണ്ട് ഒരു മരിച്ച ഒരു ഇതിലാണ് നമ്മളെന്ത് പറയുന്നത് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ലൂസണിങ് ഓഫ് അസോസിയേഷൻ കാണും. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ലൂസണിങ് ഓഫ് അസോസിയേഷൻ ഇതിനകത്ത് വരുന്നില്ല. ദെൻ 3 സാധനങ്ങളുണ്ട്. വാക്സി ഫ്ലെക്സിബിലിറ്റിയും കാറ്റലെപ്സിയും അതേപോലെ പോസ്റ്ററിങ്ങും എന്ന 3 കാരണങ്ങൾ. വാക്സി, ഫ്ലെക്സിബിലിറ്റി, കാറ്റലെപ്സി ആൻഡ് പോസ്റ്ററിങ്. ഇത് നമ്മളുടെ ഡിഫറൻസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ പോസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ കാറ്റലെപ്സി എന്ന് പറഞ്ഞാലും രണ്ടും ആൻറ്റി ഗ്രാവിറ്റി പൊസിഷൻ എടുക്കുക. ഒന്നിൽ കൈ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇത് ആൻറ്റി ഗ്രാവിറ്റിയാണ്. നമുക്കൊക്കെ ആണെങ്കിൽ കൈയും കാലും ഒക്കെ വേദന എടുക്കും. പക്ഷേ ഇവർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇത് രണ്ടും എന്താണ് ആൻറ്റി ഗ്രാവിറ്റിയാണ്. കാറ്റലെപ്സി ആയാലും പോസ്റ്ററിങ് ആയാലും. ഇതിലെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ കാറ്റലെപ്സി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കൈ പിടിച്ച് പൊക്കി വെച്ചാൽ അതേപോലെ കൈ പൊക്കിയിരിക്കും. സോ എക്സ്റ്റേണലി നമ്മൾ ചെയ്യുന്നതാണ്, ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. പോസ്റ്ററിങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അയാൾ സ്വയമേ പാസീവ്ലി ആ പോസ്റ്ററിങ്ങിൽ എത്തുന്നതാണ് ആൻറ്റി ഗ്രാവിറ്റി പോസ്റ്ററിങ്. ഇനി വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ എവിടെയൊക്കെ വളച്ച് തിരിച്ചു വെച്ചാലും അതുപോലെ ഇരിക്കും. പക്ഷേ വാക്സി ഫ്ലെക്സിബിലിറ്റിയിൽ ഒരു ഇനീഷ്യൽ റെസിസ്റ്റൻസ് കാണും. ആ റെസിസ്റ്റൻസ് എന്ന വാക്കാണ് നമുക്ക് അത് ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ 3 സാധനങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാണ് കാറ്റട്ടോണിയ. കാറ്റട്ടോണിയ ഒരു അക്യൂട്ട് കണ്ടീഷനാണ്. പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? IV ലോറസെപ്പാം കൊടുക്കണം. സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്, ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? IV ലോറസെപ്പാം. വർക്ക് ആയില്ലെങ്കിൽ യു ക്യാൻ ഗീവ് ECT. ECT എന്ന് പറഞ്ഞാൽ ഷോക്ക് കൊടുക്കുക. അതിൻ്റെ ഇപ്പോൾ ECTയുടെ വൺ ഓഫ് ദ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കാറ്റട്ടോണിയ. ഓക്കെ, ലോറസെപ്പം ഓപ്ഷനിലില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ECT. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഇനി 3ാമത്തെ സാധനം. ഇനി കാറ്റലെപ്സിയും കാറ്റപ്ലക്സിയും ഇത് രണ്ടും ഒരേ കണക്കത്തെ വാക്കുകളാണ്. ഒരു സാധനം നാർക്കോലെപ്സിയിൽ കാണുന്നത്, ഒരു സാധനം കാറ്റട്ടോണിയയിൽ കാണുന്നത്. ഏതാണ് ഏതിൽ കാണുന്നത് പഠിക്കാൻ എളുപ്പം. ഓക്കെ, കാറ്റലെപ്സി എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ആൻറ്റി ഗ്രാവിറ്റി പോസ്റ്ററിങ്. ഇനി ആൻറ്റി ഗ്രാവിറ്റി പൊസിഷൻ വെക്കുക, ഇറ്റ്സ് നോട്ട് പോസ്റ്ററിങ്. ഓക്കെ, നമ്മളെടുത്ത് കൈ പൊക്കി വെച്ചാൽ അതുപോലെ തന്നെ പൊക്കിയിരിക്കുക. അതിനാണ് കാറ്റലെപ്സി എന്ന് പറയുന്നത്. കാറ്റപ്ലക്സി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മോട്ടോർ ടോൺ വന്നിട്ട് അയാളങ്ങ് താഴെ വീണ് ഉറങ്ങിപ്പോകും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? കാറ്റപ്ലക്സി. അത് കാണുന്നത് നാർക്കോലെപ്സിയിലാണ്. സോ നാർക്കോലെപ്സിയിൽ കാറ്റപ്ലക്സി കാണും, ഓപ്പോസിറ്റ് സാധനം. ഓക്കെ, കാറ്റട്ടോണിയയിൽ എന്ത് കാണും? കാറ്റപ്ലക്സി കാണും. ഓ ഗോഡ്, കാറ്റട്ടോണിയയിൽ കാറ്റലെപ്സി കാണും, നാർക്കോലെപ്സിയിൽ കാറ്റപ്ലക്സി കാണും. ഓക്കെ, ഓപ്പോസിറ്റ് സാധനം ലെപ്സിയിൽ പ്ലക്സി കാണും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ മെയിൻ സാധനം ഡിസോർഗനൈസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, നമ്മളുടെയൊക്കെ നാട്ടിൽ കാണും അല്ലേ, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഒരുപാട് ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ അയാളിപ്പം വീട്ടിൽ കയറുന്നില്ല, സ്ട്രീറ്റിൽ വാൻഡർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കുളിക്കില്ല, എടുക്കില്ല, മുടി വെട്ടില്ല, കുറേ എന്തൊക്കെയോ വട്ട് കാണിച്ച് കിടക്കുന്ന ഒരാൾ. അതാണ് നമ്മൾ ഡിസോർഗനൈസ്ഡ് ഹെബർഫ്രെനിക് സ്കീസോഫ്രീനിയ. അയാളിൽ കാണുന്ന സിംറ്റംസ് ആണ് നമ്മുടെ ലൂസണിങ് ഓഫ് അസോസിയേഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് അഫക്റ്റ് അല്ലേ. അയാൾ ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോൾ നോക്കിയാലും, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ബട്ട് അതാണ് സറൗണ്ടിങ്ങായിട്ടൊരു ബന്ധമില്ലാതെ ഇൻഅപ്രോപ്രിയേറ്റ് അഫക്റ്റ്, ഗ്രിമ്മേസ്, ഇങ്ങനെ മെർമർ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ മെറുമെറുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ദെൻ അവർക്ക് കാണുന്നൊരു സിംറ്റമാണ് നിയോലോഗിസം. ഒരർത്ഥവുമില്ലാത്ത, എന്നാൽ അയാൾക്ക് അർത്ഥമുണ്ട്. അയാളിപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറയും, നമ്മളുടെ ഒരു ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളായിരിക്കും, പക്ഷേ ഹീ മീൻസ് സംതിങ്. അതാണ് അയാൾ നമുക്കറിയാത്ത പുതിയ വാക്കുകൾ അയാൾ കൊണ്ടുവരും. അതിനാണ് നിയോലോഗിസം എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആ വാക്കുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. എന്തെങ്കിലും നോർമൽ വെള്ളം വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അയാൾ അതിനുവേണ്ടി പറയുന്നത് വേറെ വാക്കുകളായിരിക്കും. നിയോലോഗിസം. 3 ടൈപ്സ് ഓഫ് ഇത് തീർന്നു. പാരനോയിഡ്, ഭയങ്കര പേടി, ഫിയർ, ആ സാധനമാണ്. വിത്ത് ഡെലൂഷൻ ആൻഡ് ആൾട്ടറി ഹെലൂസിനേഷൻ. കാറ്റട്ടോണിക് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് സാധനം, ലോറസെപ്പം കൊടുക്കുക. അതിനകത്ത് ഈ വാക്സി ഫ്ലെക്സിബിലിറ്റി, പോസ്റ്ററിങ്, കാറ്റലെപ്സി എല്ലാ സാധനങ്ങളും വരുന്നത്. ഹൈബർഫ്രെനിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലെയ്മാൻ്റെ പ്രാന്ത് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഓക്കെ, ഇനി ഓക്കെ, വൗ, നമ്മളുടെ ഇത് വോങ്കോഗ് എന്ന് പറയുന്ന ആളാണ്. വോങ്കോഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വോങ്കോ സിൻഡ്രോം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങേർക്ക് എന്താ, ഇത് നല്ല ഇതൊരു വരപ്പുകാരനാണ് കേട്ടോ.
ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിന് ഓഡിറ്ററി ഹലൂസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇയാൾ ചെയ്ത എന്താണെന്നറിയാമോ? ഓഡിറ്ററി ഹലൂസിനേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്നറിയാം? അയാളുടെ ചെവി ഇയാളങ്ങ് മുറിച്ചു കളഞ്ഞു. സോ ദാറ്റ് ഹീ വോണ്ട് ഹിയർ എന്നും പറഞ്ഞ് അയാളുടെ ചെവി മുറിച്ചു കളഞ്ഞു. അതേപോലെ സെൽഫ് മ്യൂട്ടിലേഷൻ ഓഫ് പ്രൈവറ്റ് പാർട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടാവാം. അങ്ങനെ സെൽഫ് മ്യൂട്ടിലേഷൻ സ്വന്തമായിട്ട് മുറിച്ച് കളയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വോൺ ഗോഗ് സിൻഡ്രോം. കുഷ്യം കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അത്രേ ഉള്ളൂ. ജസ്റ്റ് പേര് പറയാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു സിംറ്റംസ്. ഞാൻ പറഞ്ഞു 2 ഔട്ട് ഓഫ് 5 സിംറ്റംസ് വന്നാൽ എനിക്ക് സ്കീസോഫ്രീനിയ എന്ന് പറയാൻ ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഡ്യൂറേഷനിലെ ഡിഫറൻസ്. ഇപ്പോൾ 2 ഔട്ട് ഓഫ് 5 ഈസ് ഫോർ ലെസ് ദാൻ 1 മന്ത് ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി 1 മന്ത് ഓഫ് ആക്റ്റീവ് സൈക്കോട്ടിക് ഡിസോർഡർ അല്ലെങ്കിൽ ആക്റ്റീവ് സൈക്കോട്ടിക് സിൻഡ്രോം ലൈക്ക് ഹലൂസിനേഷനും ഡെലൂഷനൊക്കെ 1 മാസത്തേക്കുണ്ട്. പിന്നെ ഒരു ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ഫോർ 6 മന്ത്സ് എങ്കിൽ മാത്രമേ എനിക്ക് അതിനെ എന്താ വിളിക്കാൻ പറ്റൂ? സ്കീസോഫ്രീനിയ എന്ന് വിളിക്കാൻ പറ്റൂ. പക്ഷേ ഈ 6 മന്ത് കാറ്റഗറി ഫില്ല് ചെയ്തില്ല, എന്നാലും 1 മന്തിനെക്കാട്ടി കൂടുതൽ സൈക്കോട്ടിക് ബിഹേവിയർ കാണിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റില്ല? അതിന് ഇറ്റ് ഈസ് നെയ്തർ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ ആൻഡ് നോർ എന്ത് സ്കീസോഫ്രീനിയ അല്ലേ. അതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന സാധനമാണ് സ്കീസോഫ്രെനിഫോം. ഒന്നും കൂടെ ഞാൻ പറയാം. 1 മന്തിനെക്കാട്ടി കുറച്ച് മാത്രമേ സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ. 1 മന്തിനെക്കാട്ടി കൂടുതലുണ്ട് പ്ലസ് മോർ ദാൻ 6 മന്ത് ബിഹേവിയറൽ അബ്നോർമാലിറ്റിയും കാണിക്കുന്നുണ്ട്, ദെൻ ഇറ്റ് ഈസ് സ്കീസോഫ്രീനിയ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന സാധനമാണ് സ്കീസോഫ്രെനിഫോം ഡിസോർഡർ. ഓക്കെ. ഈ സ്കീസോഫ്രെനിഫോം നിങ്ങളുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം ചൂസ് ചെയ്യാവൂ. അല്ലാത്തിടത്തോളം കാലം 1 മന്തിനെക്കാട്ടി കുറവ് സൈക്കോട്ടിക് സിൻഡ്രോം ഈസ് ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ. 1 മന്തിനെക്കാട്ടി കൂടുതലുള്ളത് സ്കീസോഫ്രീനിയ. അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല, ക്വസ്റ്റ്യനിൽ സ്കീസോഫ്രെനിഫോം ഓപ്ഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സാധനത്തിലോട്ട് ചിന്തിക്കാൻ പോകാവൂ. ഓക്കെ. ഇനി സ്കീസോ അഫക്റ്റീവ് ഡിസോർഡർ എളുപ്പമാണ്. ഒരു മൂഡ് ഡിസോർഡർ ഉള്ള ഒരാൾ അറ്റ്ലീസ്റ്റ് ഫോർ 1 മന്ത് ഹീസ് ഹാവിങ് ഇത് ഡിപ്രഷൻ, മേനിയ, എന്തെങ്കിലും മൂഡ് ഡിസോർഡർ ഉള്ള ഒരാൾക്ക് 2 വീക്കിലത്തേക്കെങ്കിലും ഒരു സൈക്കോട്ടിക് സിംറ്റംസ് വരിക, ഹലൂസിനേഷൻ ഡെലൂഷനും വരിക. അതിനെയാണ് നമ്മൾ സ്കീസോ അഫക്റ്റീവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇത് സബ്സ്റ്റൻസ് അബ്യൂസ് ഞാൻ പറഞ്ഞു. കൊക്കെയിൻ, കനാബിസ്, ദെൻ ആംഫിറ്റാമിൻ കോസ് വിച്ച് ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയ? പാരനോയിഡ്, പേടിയുള്ളത്. അത് ആ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്തേക്ക് കാണത്തുള്ളൂ കേട്ടോ. ആ സബ്സ്റ്റൻസിൻ്റെ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ ആ പാരനോയിഡ് സ്കീസോങ് മാറും. ദെൻ പാത്വേസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. സ്കീസോഫ്രീനിയയുടെ പാത്വേ ഞാൻ പറഞ്ഞു. നമ്മുടെ മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിൻ എന്തോ ചെയ്യും? ബിഹേവിയർ കൺട്രോൾ ചെയ്യും. സ്കീസോഫ്രീനിയ പേഷ്യൻറ്റിൽ ഡോപ്പമിൻ ഇവിടെ കുറയും. അത് കാരണം ബിഹേവിയർ ഇത് കുറഞ്ഞിട്ട് എന്താണ് നെഗറ്റീവ് സിംറ്റംസ് വരും. ഇവിടെ നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് കൊടുക്കുക. ആൻറ്റിസൈക്കോട്ടിക് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ജനറേഷൻ ഡോപ്പമിൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് സിംറ്റംസ് വേഴ്സൺ ആവും. ഓക്കെ. ഇനി മീസോലിംബിക് പാത്വേ നമ്മുടെ ഇമോഷൻ തോട്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ സ്കീസോഫ്രീനിയ പേഷ്യൻറ്റിലാണെങ്കിൽ ഡോപ്പമിൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഡോപ്പമിക് ഡ്രഗ് കൊടുക്കുമ്പോൾ ഡോപ്പമിൻ കുറഞ്ഞു, ഹലൂസിനേഷനും ഡെലൂഷനും പോയി. പോസിറ്റീവ് സിംറ്റംസ്. ഇനി നമുക്ക് 2 പാത്വേയും കൂടെ ഉണ്ട്. നൈഗ്രോസ്ട്രയറ്റൽ പാത്വേയും ട്യൂബ്രോ ഇൻഫെർട്ടിബുല പാത്വേയും. ഈ 2 പാത്വേയിലും സ്കീസോഫ്രീനിയ പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് 1-2 പാത്വേയിലല്ലല്ലോ, എല്ലാ പാത്വേയിലും പോയി കുറയ്ക്കും. ഓക്കെ. അങ്ങനെ നൈഗ്രോസ്ട്രയറ്റൽ പാത്വേയിൽ എന്താണ്? നമ്മളെ ബേസിൽ ഗാംഗ്ലിയാണ് ഉള്ളത്. ഓക്കെ. ഡോപ്പമിൻ എവിടെയാണ് നമ്മൾ പോകുന്നത്? ബേസിൽ ഗാംഗ്ലിയയിൽ പോയതിന് ശേഷം നമ്മളുടെ മൂവ്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യും, ഫൈൻ മൂവ്മെൻറ്റ്സ് ആക്കും. നമ്മൾ ഈ വിറയൽ സാധനങ്ങളൊന്നും വരത്തില്ല. ബേസിൽ ഗാംഗ്ലിയയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്തൊക്കെ വരുന്നത്? കോറിയ വരും, പാർക്കിൻസൺസം വരും അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഡോപ്പമിൻ ഈ പാത്വേയിൽ നമ്മളുടെ നൈഗ്രോസ്ട്രയറ്റൽ പാത്വേയിലും കുറയ്ക്കും. എന്തുണ്ടാക്കും? എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് വരും. ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ സൈഡ് എഫക്റ്റ് ഈ ടാഡിഡിസ്കേനിയസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുമല്ലോ, ആ സാധനം. ഇനി ട്യൂബ്രോ ഇൻഫെർട്ടിബുല പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോപ്പമിൻ ഉണ്ടല്ലോ, ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെവൽ ഓഫ് പ്രൊലാക്റ്റിൻ. ഡോപ്പമിൻ കൂടിയാൽ പ്രൊലാക്റ്റിൻ കുറയും, ഡോപ്പമിൻ കുറഞ്ഞാൽ പ്രൊലാക്റ്റിൻ കൂടും. സോ ഡോപ്പമിൻ ഈ പാത്വേ നോർമലി പ്രൊലാക്റ്റിനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് കൊടുത്തെന്ന് വെച്ചോ, ഡോപ്പമിൻ്റെ ലെവൽ കുറഞ്ഞു, പ്രൊലാക്റ്റിൻ്റെ ലെവൽ കൂടും. പ്രൊലാക്റ്റിൻ്റെ ലെവൽ കൂടി എന്തുണ്ടാവും? ഗാലക്ടോറിയ ഉണ്ടാവും. ആൻഡ് ദിസ് പ്രൊലാക്റ്റിൻ ഹാസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗോണഡോട്രോപിക് ഹോർമോൺ. അത് കാരണം എമനോറിയയും
ഡിക്രീസ്ഡ് സെക്ഷൽ ഡിസൈറും വരും. സോ എല്ലാ ആൻറ്റി സൈക്കോട്ടിക്കും ഡോപ്പമിൻ കുറയ്ക്കുന്നു. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ജനറേഷൻ ആയാലും ഡോപ്പമിൻ കുറയ്ക്കും. ഡോപ്പമിൻ കുറച്ചാൽ സെക്ഷൽ ഡിസയർ കുറയും. പക്ഷെ നമ്മൾ ഒതല്ലോ സിൻഡ്രോസിൽ ഓൾറെഡി ഡോപ്പമിൻ കുറവാണ്, ഈവൻ ദോ ഇറ്റ്സ് എ സൈക്കോട്ടിക് ഡിസോർഡർ. അപ്പോൾ എനിക്ക് എന്ത് ആൻറ്റി സൈക്കോട്ടിക് കൊടുക്കണം? ഈ ട്യൂബുലോ ഇൻഫൻറ്റിബുലോ പാത്വേയിൽ അഫക്റ്റ് ചെയ്യാത്ത ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് കൊടുക്കണം. അതേതാണ്? അരിപ്പിപ്രസോൾ. മനസ്സിലായല്ലോ? I hope you got it. So extrapyramidal symptoms are due to nigrostriatal pathway. Positive symptom is due to reduced dopamine in mesocortical pathway, and negative symptoms are due to reduced dopamine in mesocortical pathway. Positive symptoms are due to increased dopamine in mesolimbic pathway. ഓക്കെ, ട്യൂബറോഇൻഫൻറ്റിബുലർ പാത്വേ നമ്മുടെ അരിപ്പിപ്രസോളിൻ്റെ സാധനം ഞാൻ പറഞ്ഞു തന്നു. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ഇനി എനിക്ക് പറയാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കീസോഫ്രീനിയ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഫേവറബിൾ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൊഗ്നോസിസ് ഒക്കെ കാണുന്നത് എവിടെയാണ്? ഞാൻ പറഞ്ഞു, നമ്മൾ കാറ്ററ്റോണിക് സാധനം എന്ന് പറയുന്നത് അക്യൂട്ട് ഡിസോർഡറാണ്. സോ അതിന് ഞാൻ IV ലോറോസപ്പം കൊടുത്താൽ അത് ട്രീറ്റബിളാണ്, മാറി. സോ ഇറ്റ് ഹാസ് എ ബെസ്റ്റ് പ്രൊഗ്നോസിസ്. ഏറ്റവും വേഴ്സ്റ്റ് പ്രൊഗ്നോസിസ് ആർക്കാണെന്നറിയാവോ? സിമ്പിൾ സ്കീസോഫ്രീനിയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാട്. അതുപോലെ തന്നെ ഫീമെയിൽസിൽ ഫേവറബിളാണ്, നല്ല പ്രോഗ്നോസിസ് കിട്ടും. ദെൻ അക്യൂട്ടാണോ ക്രോണിക് ആണോ ഫേവറബിൾ എന്ന് വെച്ചാൽ കാറ്ററ്റോണിയസ് അക്യൂട്ട് സാധനം, അതിന് ബെസ്റ്റ് പ്രോഗ്നോസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ടാണ് ഫേവറബിൾ. ലേറ്റ് ഏജ് ഓഫ് ഓൺസെറ്റ് ഈസ് ഫേവറബിൾ ദാൻ യങ്ങർ ഏജ്. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ പ്രാന്ത് വരുന്നതാണോ പ്രായമൊക്കെ പ്രാന്ത് വരുന്നതാണോ ട്രീറ്റ് എളുപ്പം? കുഞ്ഞിലേ പ്രാന്ത് വരുന്നതാണോ അതിലെ കാരണങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്ക്, അല്ലേ? സോ കുഞ്ഞിലേ വരുവാണ്. യങ് ഏജ് ഓൺസെറ്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫേവറബിൾ കണ്ടീഷൻ. ദെൻ എന്തെങ്കിലും ഒരു സ്ട്രെസ്സർ ഉണ്ട്, അത് കാരണമാണ് സ്കീസോഫ്രീനിയ വരുന്നതെങ്കിൽ ആ സ്ട്രെസ്സർ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സ്കീസോഫ്രീനിയ മാറ്റാമല്ലോ. സോ സ്ട്രെസ്സർ ഉള്ളത് ഈസ് എ ഫേവറബിൾ കണ്ടീഷൻ. ദെൻ പേരൻസിന് ഒന്നിയിൽ ദേ ക്യാൻ ഹാവ് സൈക്കോട്ടിക് ഡിസോർഡർ, അല്ലെങ്കിൽ അയാൾക്ക് ന്യൂറോട്ടിക് അഫക്റ്റീവ് ഡിസോർഡർ, OCD അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുവാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ട്രീറ്റബിളാണ്. പക്ഷേ പേരൻസിനും സൈക്കോസിസ് ഉണ്ട്, മക്കൾക്കും സൈക്കോസിസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് എ ഫേവറബിൾ കണ്ടീഷൻ. ദെൻ പോസിറ്റീവ് സിംറ്റംസ് ആണ്, അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പം. ഹലൂസിനേഷൻ ഡെലൂഷനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ നെഗറ്റീവ് സിംറ്റംസ് ട്രീറ്റ് ചെയ്യാൻ പാടാണ്. ഓക്കെ, ദെൻ കാറ്ററ്റോണിക് ടൈപ്പാണ് ബെസ്റ്റ് പ്രൊഗ്നോസിസ് നമ്മൾ പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഗുഡ് കംപ്ലയൻസ് ഉള്ളത്, ഗുഡ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫേവറബിൾ. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, എനിക്കിപ്പോൾ ഒരാൾ 3-4 വർഷത്തോളം ട്രീറ്റ് ചെയ്യണം. ഡ്യൂറേഷൻ ഓഫ് സ്കീസോഫ്രീനിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ഞാൻ ആൻറ്റി സൈക്കോട്ടിക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ഇപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് കുറച്ച് ടൈം കൊണ്ട് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ കൂടുതൽ ടൈം എടുക്കുന്നെങ്കിൽ അത് പാടാണ്. പിന്നെ ഡെവലപ്പിംഗ് വേൾഡാണ്, അതെന്തായിരിക്കും? ഡെവലപ്ഡ് വേൾഡിനെക്കാട്ടി ഡെവലപ്പിംഗ് വേൾഡാണ് ഫേവറബിൾ. കാരണം എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് വേൾഡിൽ സ്നേഹം എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പം വിചാരിക്കാം, ഡെവലപ്ഡ് വേൾഡിൽ ഒരാൾക്ക് സ്കീസോഫ്രീനിയ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും, എന്നിട്ട് അവരവരുടെ ലൈഫ് നോക്കും. ഇവരവിടെ ഹോസ്പിറ്റലിൽ കിടക്കും. ദേ വിൽ ബി ഗെറ്റിംഗ് ഓൾ ഡ്രഗ്സ്, എവറിത്തിങ്, ഹൈ സ്പെഷ്യലിറ്റി എല്ലാം കിട്ടും. പക്ഷേ ദേ വിൽ നോട്ട് ബി ഗെറ്റിംഗ് അഫെക്ഷൻ ആൻഡ് ലവ്. പക്ഷേ നമ്മളെ ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യയിലാണെങ്കിൽ എന്താ, ഒരാൾക്ക് വയ്യെങ്കിൽ വി വിൽ ബി ദെയർ ഫോർ ദം. ഈവൻ ആ ട്രീറ്റബിൾ അല്ലെങ്കിലും വി വിൽ ബി ദെയർ ഫോർ ദം. അതാണ് ഡെവലപ്പിംഗ് കൺട്രി ഒരു ഫേവറബിൾ കണ്ടീഷൻ ആവുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. സോ സ്കീസോയിൽ ആ ഹിസ്റ്ററി ഒന്നും പഠിച്ച് വെക്കുക, പോസിറ്റീവ് നെഗറ്റീവ് സിംറ്റംസ് നോക്കി വെക്കുക, എന്തൊക്കെയാണ്, എപ്പോഴാണ് എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്, ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, സ്കീസോ അഫക്റ്റീവ് ഡിസോർഡർ, പിന്നെ നമ്മളുടെ ഡെലൂഷണൽ പെർസെപ്ഷൻ, കുറേ വാക്കുകൾ മനസ്സിലാക്കുക. ദെൻ അബൌട്ട് ദിസ് പാത്വേ, ഐ തിങ്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര മിനിറ്റ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല.